ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളുമായുള്ളവരെ, അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. തിരുവെഴുത്തുകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമീൻ എന്ന്. ആയതിനാൽ പ്രിയമുള്ളവരെ, അല്പസമയത്തേക്ക് മാത്രം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകൾ മാത്രമാണ് യേശു കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതാണ് അതിന് ലോകം മുഴുവൻ എന്നും എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലാതെ മനുഷ്യൻ അലഞ്ഞു തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായ കാരണം മനുഷ്യന് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നുള്ളത്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമാധാനം നമ്മളോട് കൂടെയിരിക്കും. ദൈവത്തിന്റെ സമാധാനം അത് ഒരിക്കലും നീങ്ങിപ്പോകുന്നതല്ല, നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, അത് പറ്റിപ്പോകുന്നതുമല്ല. അതെല്ലാ കാലവും എപ്പോഴും നമ്മോട് കൂടെ നിലനിൽക്കുകയും ചെയ്യും. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടാം എന്ന്. അത് നമ്മൾക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസമാധാനമില്ല എങ്കിൽ, സന്തോഷമില്ല എങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം ഒരർത്ഥമാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ എന്ന്. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിൽ പല പിരിമുറുക്കങ്ങളും ഉണ്ടാകുന്ന അവസ്ഥകൾ, ആശ്വാസത്തിനു വേണ്ടി, ഒരു സമാധാനത്തിനു വേണ്ടി നാം അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അനേകരോട് നമ്മുടെ അപരാധികൾ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും നമുക്ക് യഥാർത്ഥമായി കിട്ടേണ്ടതായ സ്നേഹവും സമാധാനവും നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ പിന്നെയും നാം പ്രശ്നങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ യേശു കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് പ്രത്യാശ തരും, വലിയ പ്രത്യാശ. അതിവിടെ കൊണ്ട് മാത്രമല്ല, നിത്യതയിൽ നാം എത്തുന്നത് വരെയുള്ള ഒരു പ്രത്യാശയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന. ആയതിനാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷം, സമാധാനം, പരസ്പര സ്നേഹം, വിശ്വാസം, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മളിൽ നിന്നത് ഉത്ഭവിക്കണമെങ്കിൽ ഉടമസ്ഥനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം നമുക്കതെല്ലാം ലഭ്യമാകും. അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു എന്ന്. ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ വഴികളിൽ നടക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന് പറയും. അപ്പോൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കുവാൻ വേണ്ടിയാണ് മാനസാന്തരപ്പെടണമെന്നും ദൈവമായ കർത്താവിൽ വിശ്വസിക്കണമെന്നും ദൈവം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നും
നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായും നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കും ദൈവം നമുക്ക് നൽകുന്ന സമാധാനത്തിനും സ്നേഹത്തിനുമൊക്കെ നാം അർഹരായി തീർന്നിരിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ഓരോരുത്തരും സാക്ഷി പറയുന്നത്. എന്റെ ജീവിതവും അപ്രകാരം തന്നെയാണ് പ്രിയമുള്ളവരെ. സമാധാനമില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടമുണ്ടായി. എവിടേക്ക് പോകണം എന്നറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ കൂടിയാണ് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആര് സഹായിക്കും എന്നറിഞ്ഞുകൂടാൻ കഴിയാത്ത അവസ്ഥകൾ, ആരും സഹായിക്കുവാനില്ലായിരുന്നു എന്ന് ബോധ്യമായ ജീവിത സാഹചര്യങ്ങൾ, അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനുള്ള പ്രേരണ തന്നത് ഞാൻ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നല്ലൊരു ജീവിതം എനിക്കുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, വിശ്വസിച്ചു. കർത്താവിന്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കുവാൻ തുടങ്ങി. കർത്താവെ എനിക്ക് വേണ്ടി ഒരുക്കിയ വഴികളിൽ കൂടി ഞാൻ യാത്ര ചെയ്യുവാൻ തുടങ്ങി. ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നതായ സാഹചര്യങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവം എനിക്ക് പുതിയ വഴി തുറന്നു തന്നു. നല്ല പ്രകാശമുള്ള വഴി, സ്നേഹിക്കുന്നവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞതൊക്കെയും അവിടെ വെച്ചാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും നാം ഒറ്റപ്പെട്ടവരായി പോയിരിക്കുന്നു എന്ന്, ആരും സഹായിക്കുവാനില്ല എന്ന്. എന്നാൽ ഒന്ന് ഉറക്കെ ചിന്തിച്ചുകൊള്ളു. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ, ദൈവം നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് പോലെ നാം ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ എന്റെ ജീവിതത്തിലും ആരും സഹായിക്കുവാനില്ലായിരുന്നു എങ്കിലും ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതേറ്റവും വലിയ സമാധാനവും സന്തോഷവും എനിക്ക് നൽകി. അതെനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം മൂലമാണ് എനിക്ക് ലഭിച്ചത്. അതാണ് പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഈ സന്ദേശം വിളിച്ചു പറയുവാനുള്ള കാരണം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിലും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നല്ല സമാധാനവും സന്തോഷവും സ്നേഹവും പ്രത്യാശയുമുള്ള ഒരു പുതിയ ജീവിതം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. കാരണം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ മനുഷ്യൻ മരിച്ചുപോയിരിക്കുന്നു. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഒരു പുതിയ മനുഷ്യൻ. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ അനുഭവ സാക്ഷ്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന മനുഷ്യൻ, പുതിയ സൃഷ്ടിയാണ്. അതാണ് മീൻപിടുത്തക്കാരായ പത്രോസിനോടും അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുവിൻ എന്ന്. കാരണം യേശുവിന്റെ സാക്ഷികൾ പറയുന്നത് പുതുജീവനെ പറ്റിയാണ്. നീ ഇവിടെ മരിച്ചു ജീവിക്കുവാനല്ല അവർ പറയുന്നത്, നീ സമാധാനമില്ലാത്തവനായി ജീവിക്കുവാനല്ല പറയുന്നത്, സന്തോഷമില്ലാത്തവനായി ജീവിക്കുവാനല്ല പറയുന്നത്.
ലോകത്തിന് അത്യന്താപേക്ഷിതമായ ഏറ്റവും വിലപ്പെട്ട ഈ വാക്യങ്ങൾ, ഈ അക്ഷരങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തണം. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അത് എഴുതി വയ്ക്കണം. അവരുടെ ഹൃദയങ്ങളിൽ അത് അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം അത് പ്രാവർത്തികമായി കൊണ്ടിരിക്കും. അവരുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തെ പണിതുകൊണ്ടിരിക്കും. അങ്ങനെ ആ മനുഷ്യൻ പുതിയ സൃഷ്ടിയായി മാറും. ദൈവിക സമാധാനവും സന്തോഷവും അവൻ അനുഭവിക്കുവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരർത്ഥപൂർണമായി തീരുന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അനേക വ്യക്തികൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ഒരു മനുഷ്യൻ സാക്ഷി പറയുന്നു. സദൃശവാക്യം 6-ാം അധ്യായം അതിലെ 23-ാം വാക്യം വായിക്കുന്നത്, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു എന്ന്. ദൈവകൽപ്പന ഓരോ മനുഷ്യനും ദീപമാണ്. ഉപദേശം ഒരു വെളിച്ചവുമാണ്. പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. പ്രബോധനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അത് നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ, അതിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ, അത് തീർച്ചയായും നമുക്ക് ജീവന്റെ മാർഗമായി തീരും. നാം നിത്യജീവന അവകാശികളായി തീരും. അതിന് കാരണം മറ്റൊന്നുമല്ല. ബൈബിൾ ഇപ്രകാരം പറയുന്നു, ആദ്യ പിതാവായ ആദാമിനെ പറ്റി. ആദാം ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ, ദൈവം നിഷേധിച്ചതിനെ ഉപയോഗിച്ചപ്പോൾ സകല മനുഷ്യരും പാപികളായി തീർന്നു എന്നാണ്. അതാണിന്ന് ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെയുള്ള ഒരു ജീവിയാണ് നമ്മൾ. പത്രങ്ങളും മറ്റു മീഡിയകളും ഒക്കെ വായിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനോടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പാപമുള്ളവനാണ് എന്നും പാപപ്രവൃത്തികൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതിനാണ് ഇവിടെ പറയുന്നത്, ജീവന്റെ മാർഗവുമാകുന്ന ശാസനകൾ, പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകും. കാരണം അത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ, അപ്രകാരം നാം ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നമുക്ക് ജീവന്റെ മാർഗമായി തീരുകയും നാം ദൈവത്തിൽ കൂടുതൽ കൂടുതൽ വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുകയും ചെയ്യും എന്ന് ഇവിടെ കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നത്, നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാർഗങ്ങളെ ദൈവത്തോട് നാം ചോദിക്കുന്നുവെങ്കിൽ, ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എപ്രകാരം മുൻപോട്ട് പോകണം, എന്ത് ഞാൻ പ്രവർത്തിക്കണം, എന്ത് പറയണം എന്നൊക്കെ നാം ദൈവത്തോടൊന്ന് ചോദിക്കുന്നുവെങ്കിൽ, ദൈവം ഇതുവരെയും ഒരു മനുഷ്യനെയും തെറ്റായ വഴികളിൽ കൂടി നടത്തുകയോ തെറ്റ് പഠിപ്പിക്കുകയോ തെറ്റായത് പ്രസംഗിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുകയല്ല. ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. അപ്രകാരമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ദൈവത്തോട് ആലോചിച്ചുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും വാക്കുകളും നാം ഉപയോഗിക്കുന്നതെങ്കിൽ, തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്പോഴും എന്നും സന്തോഷപൂർണമായിരിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 30:3, യഹോവ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്ന്. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു മനുഷ്യൻ കുഴിയിൽ ഇറങ്ങി പോകുകയാന്ന് പറഞ്ഞാൽ അവൻ നിത്യമരണം ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാത്തവണ്ണം അവന് അധമമായ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തെ പ്രമാണിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അപ്രകാരമല്ല. അവൻ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുകയല്ല.
അവന്റെ ആത്മാവാൻ ദൈവത്തോടു കൂടെ വസിക്കുകയാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് അവൻ എത്തിച്ചേരുകയാണ്. അപ്രകാരമുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതമെന്ന് ഇവിടെ തിരുവചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നത്, രാത്രിയുടെ ആവാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളക്ക് നിന്റെ ഹൃദയത്തെ വെളിച്ചം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീടുകളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുൻപിലേക്ക് യേശു ക്രിസ്തു എന്ന വെളിച്ചം, അതാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ആ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നുവെങ്കിൽ തീർച്ചയായും വഴിത്തലപ്പുകളിൽ ആഹാരം കഴിക്കാതെ എന്നല്ല ഇവിടെ കാണിക്കുന്നത്. രാത്രിയുടെ ആവാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് വിലപിക്കൂ. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീടുകളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക എന്ന ആത്മീയമായ ഒരു വിശപ്പ്, ആത്മീയതയെ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അത്തരം അവസ്ഥകളിൽ കഴിഞ്ഞുകൂടുന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവവചനത്തെ എത്തിക്കുമ്പോൾ തീർച്ചയായും അവരുടെ വിശപ്പ് മാറും. തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ഓരോരുത്തരുടെയും എല്ലാവരുടെയും എന്ന് മാത്രമാണ് അവിടെ പറയുവാൻ. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം പറയുന്നത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്രയാകുന്നു എന്ന് പിന്നെയും അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരായിരിക്കരുത്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി. നമുക്ക് ദൈവത്തിന്റെ സ്നേഹവും ദൈവം നൽകുന്ന സമാധാനവും ദൈവം തലമുറയായി നമുക്ക് നൽകുവാനിരിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളൊക്കെയും അനുഭവിക്കുവാനും നമുക്കിടയായി തീരും. ആയതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയിരിക്കുന്നു. ഇനി വീണ്ടും വരും. ആ വരവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും ചേർത്ത് കൊണ്ടുപോകുവാൻ ഉള്ളതാണ്. അതിലേക്കായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. വചനങ്ങളെ കേട്ട സകല മനുഷ്യരെയും, എല്ലാ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും, വാഹനങ്ങൾ ഓടിക്കുന്നവരെ എല്ലാവരെയും, യാത്രക്കാരെ എല്ലാവരെയും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.